ഒരുപാട് പേര് എന്നോട് ചോദിച്ചേ, ചേച്ചി സ്വർണം കുതിപ്പ് നിർത്തിയത് എന്തുകൊണ്ടാണ്? എന്തുകൊണ്ടാണ് സ്വർണം സാധാരണ രീതിയിൽ വാറൊക്കെ വരുമ്പോൾ സ്വർണത്തിന് കുതിപ്പ് കൂടുമെന്നല്ലേ പറയുന്നത്? എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് ഞാനും നിങ്ങളെപ്പോലെ തന്നെ മനസ്സിലാക്കി എടുത്തിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ ഞാൻ പറയാൻ പോകുന്നത്. അതായത് സ്വർണം എന്ന് പറയുന്നത് അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സ്വർണത്തിൻ്റെ ട്രേഡിങ് നടക്കുന്നത് US ഡോളറാണ് വിനിമയം നടത്തുന്നത്. ആ പർട്ടിക്കുലർ ഡോളറിലാണ് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള രാജ്യാന്തര വിപണനം നടക്കുന്നത് സ്വർണത്തിന്മേൽ. അപ്പോൾ സ്വർണം എന്ന് പറയുന്നത് ഒരു ഹെഡ്ജിങ് ഇഫക്റ്റ് ഉണ്ട്. അതായത് ഓരോ സാമ്പത്തിക എന്താ പറയുക ചലനങ്ങളിലും ഇതിന് നല്ല നല്ല ഒരു നിക്ഷേപം എന്ന നിലയിൽ ഇത് ആളുകൾ മേടിച്ചു കൂട്ടും സാമ്പത്തിക ചലനം ഉണ്ടാകുമ്പോൾ. അതിനൊരു എക്സാമ്പിളാണ് ഇത്രയും നാൾ നടന്നിരുന്ന ഉക്രൈൻ വാറില്ലേ. ആ ഉക്രൈൻ വാറ് കാരണമാണ് സ്വർണം വന്നിട്ട് വില കയറി പോയിക്കൊണ്ടിരുന്നത്. എന്നാൽ അങ്ങനെ അത് നോക്കുകയാണെങ്കിൽ യുക്രൈൻ വാറിന് കയറി പോവുകയാണെങ്കിൽ ചേച്ചി എന്തുകൊണ്ടാണ് നമ്മുടെ ഇപ്പോഴത്തെ ഈ ഗൾഫ് വാറിൽ സ്വർണത്തിന് കയറാത്തത് എന്ന് ചോദിച്ചാൽ, സ്വർണം ഓൾറെഡി നല്ല മൊമെൻറ്റം ആർജിച്ചു കഴിഞ്ഞു. ഓക്കെ, ആർജിച്ചു കഴിഞ്ഞിരുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഫെഡറൽ റിസർവ്സ് പലിശയെല്ലാം കുറച്ചാണ് കൊടുത്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ അവരെന്ത് ചെയ്തു, ഈ എന്താ പറയണ ആഗോള ടെൻഷൻസിൻ്റെ ഇടയിലും ബാധിക്കപ്പെട്ടത് ഓയിലാണ്. ഓയിലിന് വില കയറാൻ തുടങ്ങി. ഓയിലിന് വില കയറാൻ തുടങ്ങിയപ്പോൾ സ്വർണത്തിൽ നിക്ഷേപിച്ചുകൊണ്ടിരുന്ന ആളുകളെല്ലാം അത് പിൻവലിച്ചു. സ്വർണത്തിൽ നിക്ഷേപം കൂടുമ്പോഴാണ് കൂടുതൽ ആളുകൾ ബയേഴ്സ് ഉണ്ടാകുമ്പോഴാണ് അതിന് ഡിമാൻഡ് വർദ്ധിച്ച് കൂടിക്കൊണ്ടിരുന്നത്. ഇപ്പം എന്തായി, കയ്യിലിരുന്ന് സ്വർണ്ണമെല്ലാം മാർക്കറ്റിലേക്ക് വരുത്തിയ ആൾക്കാർ 1.35 ആയപ്പോൾ ആൾക്കാർ വിറ്റിട്ടുണ്ടാകും. അപ്പോൾ ആളുകൾ അത് വിറ്റ് കഴിയുമ്പോൾ എന്ത് പറ്റും, കുറേ സ്വർണം പല സ്ഥലങ്ങളിൽ സ്റ്റോക്കായിട്ടിരുന്നത് മാർക്കറ്റിലേക്ക് പൂളിനായി. അപ്പോൾ എന്തായി, ലഭ്യത കൂടി. അതേസമയം ഓയിലിൻ്റെ ലഭ്യത കുറഞ്ഞു, പ്രൊഡക്ഷൻ നിന്നു. ഇവിടെയൊക്കെ ഗൾഫ് വാറ് കാരണം കുറച്ച് പ്രൊഡക്ഷൻ കുറയ്ക്കേണ്ടി വന്നു. കുറച്ച് ക്രൂഡ് ഓയിൽ നീക്കം കുറഞ്ഞു. കാരണം ഹോർമൂസ് കടലിടുക്കിലെ പ്രശ്നങ്ങൾ കാരണം ഇറാൻ അങ്ങോട്ട് കടലിടുക്കിലൂടെ ഇറാൻ പാസേജ് അനുവദിക്കാത്തത് കാരണം ഓയിൽ നീക്കം കുറഞ്ഞു. അപ്പോൾ ഓയിൽ നീക്കം കുറഞ്ഞപ്പോൾ ഇവിടെ സ്വാഭാവികമായിട്ടും ഓയിലിവിടെ ഉൽപ്പാദനം കുറച്ചു അവർ. അപ്പോൾ എന്തായി, ലഭ്യത കുറഞ്ഞു അല്ലേ മാർക്കറ്റിൽ. അപ്പോൾ വില കൂടി 100-ന് മുകളിലേക്ക് വന്നു ബാരൽ അല്ലേ. അപ്പോൾ അങ്ങനെ ആയപ്പോൾ എന്താ, ആളുകളപ്പോൾ ഈ പെട്രോളിയം ബേസ്ഡ് ആയിട്ടുള്ള ഉൽപ്പന്നങ്ങളിലേക്കും അത് വാങ്ങിച്ചു കൂട്ടാനായിട്ട്, ഉൽപ്പന്നങ്ങൾ എന്ന് ഞാൻ പറയുന്നത് പെട്രോൾ ആശ്രയിച്ച് വാങ്ങിക്കുന്നതല്ല, അതിനെ ബേസ് ചെയ്തുള്ള ബോണ്ടുകളും ഒക്കെ വാങ്ങിക്കാൻ തുടങ്ങി. അതുപോലെ ഫെഡറൽ ബാങ്കുകൾ പലിശ നിരക്ക് കുറച്ചിട്ടില്ല. കുറയ്ക്കുകയാണെങ്കിൽ എന്ത് പറ്റും, അവിടുത്തെ ബോണ്ടുകളും ഇന്നൊക്കെ പൈസ വലിച്ച് സ്വർണം മേടിച്ചു വെക്കും അല്ലേ. അത് സ്വർണം ഒരു 10-20 വർഷത്തേക്ക് ഹോൾഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അതിന് വില കൂടുന്നതെന്ന് ഞാൻ പറഞ്ഞില്ലേ. അത് മാർക്കറ്റിൽ വില കൂടുമ്പോൾ ആളുകൾ അത് വിൽക്കാനുള്ള ടെൻഡൻസി കാണിക്കും. അതിന് വേണ്ടിയിട്ടാണ് ഈ റാലി അങ്ങോട്ട് കൂടിക്കൊണ്ടിരുന്നത്. ഇതൊക്കെയാണ് എനിക്കും മനസ്സിലായത്. മറ്റേ സാമ്പത്തിക വിദഗ്ധർ പറയുന്ന വലിയ വലിയ വാക്കുകളും അതൊന്നും ഞാൻ പറയുന്നില്ല. ഞാനിപ്പോൾ നമ്മുടെ എന്താ പറയുക, ഏറ്റവും മിടുക്കരായിട്ടുള്ള നിക്ഷേപകരാരായിരുന്നു എന്ന് ചോദിച്ചാൽ നമ്മുടെ അമ്മൂമ്മമാരാണെന്ന് ഞാൻ പറയാറില്ലേ. എൻ്റെ അമ്മയുടെ അമ്മ എപ്പോഴും ഒരു തരി പൊന്നെങ്കിലും പെൺകുട്ടികളുടെ ദേഹത്ത് വേണം എന്ന് പറയുന്ന ആളായിരുന്നു. അതുമാത്രമല്ല ആ അമ്മൂമ്മ അതിന് വേണ്ടിയിട്ട് എങ്ങനെയെങ്കിലുമൊക്കെ കുറച്ച് നിക്ഷേപങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ച് ആ കുട്ടികൾക്ക്, അവിടെയുള്ള പെൺകുട്ടികൾക്ക് അമ്മ വാങ്ങിച്ചു കൊടുക്കുമായിരുന്നു. അത് എൻ്റെ അമ്മയുടെ അനുജത്തി, പിന്നെ മരിച്ചുപോയ അമ്മാവിൻ്റെ പെൺമക്കളെല്ലാം അവിടെ നിരാലംബരായിട്ടുണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞില്ലേ. അത് എൻ്റെ പഴയ കഥകളിലൊക്കെ ഉണ്ട്. എൻ്റെ അമ്മയുടെ വീട്ടിൽ അപകടം ഉണ്ടായത്, വെടിക്കെട്ടിൻ്റെ അപകടം ഉണ്ടായത് പണ്ട് 10-70 വർഷങ്ങൾക്ക് മുമ്പ്, 70 years ബാക്ക്. എൻ്റെ അമ്മയ്ക്ക് ഒരു 10-12 വയസ്സൊക്കെ ഉള്ളപ്പോൾ, 11 വയസ്സൊക്കെ ഉള്ളപ്പോഴാണ് ആ അപകടം ഉണ്ടായത് എന്ന് അമ്മ പറയും എപ്പോഴും. അതുകൊണ്ട് അമ്മയ്ക്ക് ഈ കരിയോട് അത്ര ഇഷ്ടമില്ല, കരി പേടിയാണ്. എനിക്കാണെങ്കിൽ ആന എന്ന് പറയുന്ന കരി പേടിയാണ്. അതിൻ്റെ ടോപ്പിക്ക് മാറിപ്പോൾ, അപ്പോൾ അതിലേക്ക് പോകണ്ട. അപ്പോൾ അമ്മമ്മ എങ്ങനെയായിരുന്നു എന്ന് വെച്ചാൽ, ചെറുതായിട്ടുള്ള നിക്ഷേപങ്ങളും അവിടെ ഒരു തട്ടാനുണ്ടായിരുന്നു. എന്ന് ആ തട്ടാനെ കൊണ്ട്, തട്ടാൻ എന്ന് പറയുന്നതുകൊണ്ട് ഒന്നും തോന്നല്ലേ, ഗോൾഡ് സ്മിത്ത്, അവരെ അങ്ങനെയാണ് എല്ലാവരും പറയുക, അതുകൊണ്ടാണ് കേട്ടോ. അപ്പം
ഗോൾഡ് സ്മിത്തിൻ്റെ കടയിൽ പോയിട്ട് കുറേശ്ശെ പൈസ കൊടുത്ത് വെക്കുമെന്ന്. എന്നിട്ട് ഒരു പവനൊക്കെ ആകുമ്പോൾ 1-2 പവൻ്റെ മാല വാങ്ങിച്ച് വെച്ചിട്ട് പൈസ റെഡിയാകുമ്പോൾ പോയിട്ട് അത് റെഡി ആയിട്ടുണ്ടെന്ന് പറയുമ്പോൾ ഓട്ടമാണ് നമ്മയൊക്കെ. അത് ഇപ്രാവശ്യം നിനക്കുള്ളതാണ് എന്ന് പറയുമ്പോൾ അതിനു വേണ്ടി നോക്കിയിരിക്കുമെന്ന് കേട്ടോ. അങ്ങനെയൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അതൊക്കെയാണ് അവരുടെ ആ ഒരു ചാരുത എന്ന് പറയുന്നത് അല്ലേ, സ്ത്രീകളുടെ. അപ്പം നിങ്ങളിപ്പം ആരുടെയെങ്കിലും കയ്യിലൊരു 50 പവൻ ഉണ്ടെന്ന് വിചാരിക്കട്ടെ ഒരു ഇതിന്. ആ 50 പവൻ നിങ്ങളിപ്പോൾ വിറ്റഴിക്കേണ്ട കാര്യമൊന്നുമില്ല. അത് നിങ്ങളുടെ ഒരു എന്താ പറയുക, നിങ്ങളുടെ ഒരു കരുത്തല്ലേ സ്വർണ്ണം എന്ന് പറയുന്നത്. അത് കയ്യിലിരിക്കട്ടെ. അതിപ്പോൾ ചെറിയ ആവശ്യങ്ങളൊക്കെ അല്ലേ നമുക്കൊക്കെ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ അതിന് വേണമെങ്കിൽ കുറച്ചൊന്ന് പണയം വെച്ചിട്ട് തിരിച്ചെടുക്കുക. അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് നമുക്കതിൽ ലാഭം കൊയ്യാൻ പറ്റുക. നമ്മുടെ അപ്പോഴത്തെ ആവശ്യം നടക്കുകയും ചെയ്യും. നമ്മൾ ജോലി ചെയ്ത് ആ സ്വർണ്ണപ്പണ്ടം പണയം വെച്ച് തിരിച്ചെടുക്കുകയും ചെയ്യും. അതുകൊണ്ട് വല്ലാതെ വ്യാകുലപ്പെടേണ്ട കാര്യമില്ല. കൂടുവോ കുറയോ എന്നുള്ളതിനൊന്നും ഞാൻ എന്താ പറയുക, ഗ്യാരൻറ്റി അല്ല. പക്ഷേ ഇതാണ് സാധാരണ രീതിയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇനിയിപ്പം ചിലപ്പോൾ പലിശ നിരക്ക് കുറച്ചാൽ പിന്നെയും അപ്പോൾ ബോണ്ടുകൾ വാങ്ങിക്കാതെയാവും. കാരണം പിന്നെയും സ്വർണത്തിലേക്ക് തിരിച്ചു വരാനുള്ള സാധ്യതകളുണ്ട്. ഈ യുദ്ധത്തിൻ്റെ ഗതിവിഗതികൾ അനുസരിച്ചിരിക്കും ഇനി അങ്ങോട്ട് ഈ പ്രഷ്യസ് മെറ്റൽസ് എങ്ങനെയാണ് പെർഫോം ചെയ്യുക എന്നുള്ളതിന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. പക്ഷേ സ്റ്റിൽ ആർക്കും പറയാനേ പറ്റില്ല. എല്ലാവരുടെയും പ്രഡിക്ഷൻ എന്തായിരുന്നു, വാർ വന്നപ്പോഴേക്കും 2 ലക്ഷം വരും എന്നാണല്ലോ. അങ്ങനെ ആയില്ല. ഇപ്പോൾ കുറച്ച് കുറഞ്ഞ സമയത്ത് പൈസ ഉള്ളവരാണെങ്കിൽ 10 പവൻ വാങ്ങിച്ചു വെച്ചോളൂ എന്നേ ഞാൻ പറയുള്ളൂ. ചിലപ്പോൾ കുറച്ച് കുറഞ്ഞേക്കാം, എന്നാലും പിന്നെയും കൂടും. ഇപ്പോൾ ഒരു 90,000 വരെ ഒരു പവനായിട്ടുണ്ടെന്നാണ് ഞാൻ നോക്കിയില്ല കേട്ടോ. 1 ലക്ഷത്തിൽ താഴേക്ക് പോയിട്ടുണ്ടെന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ പൈസ ഉണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ചിട്ടി വിളിച്ചാൽ ഒക്കെ ഒരു 10 ലക്ഷം രൂപ കയ്യിലുണ്ടെങ്കിൽ പോയി ഒരു 10 പവൻ വാങ്ങിച്ചു വെച്ചോളൂ. കൂടും വലിയതെന്ന് ചോദിച്ചു. ചിലപ്പോൾ 2 വർഷം കഴിഞ്ഞായിരിക്കും കേട്ടോ കൂടുന്നത്. പണം ഇപ്പോഴത്തേക്ക് ആവശ്യമില്ലെങ്കിൽ അങ്ങനെ ചെയ്യാം എന്നാണ് ഞാൻ പറഞ്ഞത്. ചിലപ്പോൾ കൂടിയേക്കാം. ഇപ്പോൾ സപ്പോസ് നിങ്ങളിപ്പോൾ ഒരു 1 ലക്ഷം രൂപയ്ക്ക് വെച്ചിട്ട് ഉള്ള ഒരു 10 പവൻ വാങ്ങിച്ച് 10 ലക്ഷം ഉണ്ട് കയ്യിലെന്ന് വെച്ചാൽ അതങ്ങോട്ട് സ്വർണ്ണത്തിലേക്ക് ഇട്ടുവെന്നിരിക്കട്ടെ, ഞാൻ പറയണേ. അങ്ങനെയാണ് നിങ്ങൾ ചെയ്യുകയും ഒരു 2 ആഴ്ച കഴിയുമ്പോൾ ഇതിന് 2 ലക്ഷം ആവും സാധ്യതയില്ല കേട്ടോ. ആകുകയാണെങ്കിൽ ബൈ ചാൻസ് എന്തെങ്കിലും ഇതുപോലുള്ള ആഗോള ഇക്കണോമിക് സ്ലോ ഡൗൺ എന്തെങ്കിലും ഒരു കാരണം, ഇൻഫ്ലേഷനും സ്ലോ ഡൗണും പിന്നെ ഈ ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസും കുത്തനെയൊക്കെ ഇടിയൊക്കെ ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ കൂടിയേക്കാം അല്ലേ. കൂടുകയാണെങ്കിൽ വലിയ ലാഭമല്ലേ കിട്ടുക. കുറഞ്ഞാൽ എന്താവുമെന്ന് ചോദിക്കല്ലേ. കുറഞ്ഞാലും കുറേ നാൾ വെച്ചുകൊണ്ടിരുന്ന പിന്നെയും കൂടും, നഷ്ടം വരാൻ പോണില്ല എന്നാണ് എൻ്റെ ഒരു കുഞ്ഞു ബുദ്ധിയിൽ തോന്നുന്നത് കേട്ടോ. ഞാൻ എപ്പോഴും എൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ ഇങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഞാനിപ്പം വീട് നന്നാക്കാനാണെങ്കിലും ഒക്കെ ഞാനിങ്ങനെ പണയമൊക്കെ വയ്ക്കാറുണ്ട്. എന്നിട്ട് കുറേശ്ശെ പൈസയൊക്കെ കിട്ടുമ്പം അല്ലെങ്കിൽ ചിട്ടിയോ അങ്ങനെയൊക്കെ കൂടും. എൻ്റെയൊക്കെ വളരെ റുഡിമെൻ്ററി ആയിട്ടുള്ള സേവിങ്സ് ഒക്കെയാണ് കേട്ടോ. ഞാൻ SIP-യിലൊക്കെ പണ്ട് ഇട്ട കഥ പറഞ്ഞിട്ടില്ലേ, എനിക്ക് പേടിയാണ്. ഇപ്പോൾ ഈ ചാഞ്ചാട്ടവും അതൊക്കെ വരുമ്പോൾ നമുക്ക് കൺട്രോളില്ലാത്ത സാധനമാണത്. അതിൽ പൈസ ഉണ്ടാക്കണവരുണ്ടേ, നല്ലപോലെ അറിയാവുന്നവർ അതിനകത്ത് പൈസ ഉണ്ടാക്കും. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് സ്വർണ്ണത്തെ പറ്റി പറയാനുള്ളത്. കാരണം ചേച്ചി എപ്പോഴും സ്വർണം വാങ്ങിക്കൂ, നിങ്ങൾക്ക് ഉള്ള പൈസയ്ക്ക് എന്തെങ്കിലും കുറച്ച് വാങ്ങിക്കുന്നൊക്കെ പറയുന്ന ആളായിട്ട് ഇങ്ങനെ വോളറ്റാലിറ്റി വന്നിട്ട് എന്താ ഒന്നും മിണ്ടാത്തതെന്ന് എനിക്ക് കുറേ പേര് ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജിൽ വന്ന് പറഞ്ഞേ. അപ്പം ഞാൻ വിചാരിച്ചൊന്ന് പറഞ്ഞേക്കാം, എന്തെങ്കിലും ഒന്ന് പറയുക ചേച്ചീനെ പറ്റി, ചേച്ചിയുടെ മനസ്സിൽ എന്താണ് വന്നതെന്നുള്ളത്. അതുകൊണ്ടാണ് ഞാൻ എൻ്റേത് വിൽക്കാനൊന്നും പോയില്ല കേട്ടോ. അത് കൂടും, കൂടിയ സന്തോഷം. ഒരുപാട് കുറഞ്ഞാലും നമുക്ക് കുഴപ്പമൊന്നുമില്ല, വിൽക്കാനുള്ളതല്ലല്ലോ, നമ്മളതൊന്നും ചെയ്യുന്നില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഇരുന്നോളൂ. അത് നത്തിങ് ഈസ് ഗോയിങ് ടു ഹാപ്പൻ അതർവൈസ്. പണ്ട് ഞാൻ പറഞ്ഞില്ലേ, ജപ്പാനിൽ ഈ പേൾസ് അവർ ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോഴാണ് മിഡിൽ ഈസ്റ്റിൻ്റെ പേൾ സർവീസസ് നിന്ന് പോയതെന്ന്. അതായത് അവരുടെ ആ ഏരിയയിൽ മുഴുവനും ആ ഓയിസ്റ്ററിൻ്റെ ഉള്ളിൽ ഉണ്ടാക്കിയിട്ടുള്ള പേള് പിടിക്കുന്ന സ്ഥലം ഈ കടലിടുക്കുകളൊക്കെ ആയിരുന്നു അത്ര ഈ മിഡിൽ ഈസ്റ്റിലുള്ള. അപ്പോൾ അവരുടെ പ്രധാന ട്രേഡ് എന്ന് പറയുന്നത് ഒറിജിനൽ പേൾസ് ആയിരുന്നു. റാണിമാരൊക്കെ ഇവിടെ നിന്നാണ് മേടിച്ചുകൊണ്ടിരുന്നതെന്ന്. അപ്പോൾ ജപ്പാനിൽ അത് കൾച്ചർ ചെയ്തുണ്ടാക്കാൻ തുടങ്ങിയപ്പോൾ അതിന് ഡൗൺ ആയിപ്പോയി. സ്വർണ്ണം ഒരിക്കലും കൾച്ചർ ചെയ്തുണ്ടാക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു മെത്തേഡേ തന്നെ ഇതിനകത്തില്ല. ആൽക്കമിസ്റ്റ് എന്നൊക്കെ പറഞ്ഞുണ്ടെങ്കിലും ആൽക്കമിസ്റ്റുകളൊന്നും അങ്ങനെ എനിക്കറിയില്ല ഉണ്ടെന്ന്. അതൊരു വെറും വാക്കാണെന്ന് എനിക്ക് തോന്നുന്നത് അല്ലേ. ഗോൾഡ് അങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ എൻ്റെ കുഞ്ഞറിവാണ് കേട്ടോ ഞാൻ പറയുന്നത്. ചിലപ്പോൾ ഉണ്ടാക്കിയേക്കാം ഫ്യൂച്ചറിൽ. എന്തും സാധിക്കുന്ന മനുഷ്യനല്ലേ. അതിൻ്റെ വല്ലതൊക്കെ ചെയ്തുകൊണ്ടിരിക്കണ്ടാവും അവർ. അത് വിഘടിച്ചും ഘടിപ്പിച്ചും ഒക്കെ നോക്കുന്നുണ്ടാവും. പക്ഷേ
വെള്ളം നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടോ? H2O വേറെ രീതിയിലല്ലേ അത്? അതങ്ങനെ വിഘടിക്കാൻ പറ്റുന്നുണ്ടോ? കെമിസ്ട്രികളൊക്കെ ഇവിടെ ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തന്നെ, അതൊക്കെ അതിൻ്റെ താഴെ പറഞ്ഞേ. വെള്ളം നമുക്ക് ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കാൻ പറ്റുമെന്നൊന്ന് പറഞ്ഞു തന്നിട്ട് തരാമോ? എന്തായാലും മുകളിൽ പോയി ക്ലൗഡാക്കി മഴ പെയ്ച്ചല്ലേ വരുന്നത്. പണ്ടേ പെട്രോള് ഇലകളിൽ നിന്നും എന്ന് പറഞ്ഞിട്ടൊരു തട്ടിപ്പൊക്കെ ഉണ്ടായിരുന്നില്ലേ? എന്തായിരുന്നു അല്ലേ അത്? എങ്ങനെ അത് സാധിച്ചു എന്നാൽ ഞാൻ അതിൻ്റെ പിന്നാലെ ഞാൻ കുറേ നാൾ പോയി നോക്കി. പിന്നെ ഞാൻ വിചാരിച്ചു എനിക്കൊന്നും മനസ്സിലാവണില്ല. കാരണം ഞാൻ എൻ്റെ ഗവേഷണം അവിടെ വെച്ച് തന്നെ നിർത്തി. പക്ഷേ ഈ ഗോൾഡിൻ്റെ കാര്യത്തിൽ എനിക്ക് കുറച്ച് ധൈര്യമുണ്ട് കേട്ടോ. ഗോൾഡ് കയ്യിൽ വെക്കുന്നത് എന്നും എന്നും നല്ലത് തന്നെയാണ്. കാരണം കല്യാണം കഴിക്കുന്ന സമയത്ത് 30 വർഷം മുമ്പ് കല്യാണം കഴിക്കുന്ന സമയത്ത് 100 പവൻ വാങ്ങിക്കാൻ ഞാൻ പറഞ്ഞില്ലേ, 3,10,10,000 അങ്ങനെ എങ്ങാണ്ടായിരുന്നു വില, 100 പവന്. അപ്പം അവിടെ നിന്നും ഇന്ന് വന്നിരിക്കുമ്പോൾ എത്ര രൂപയായി അല്ലേ? എന്തൊരു കൂടുതലാണല്ലേ കൂടിയേക്കണത്. ഞാൻ അന്നൊരു ദിവസം ഒരു കണക്ക് പറഞ്ഞായിരുന്നു. 3 ലക്ഷം രൂപ നമ്മൾ ബാങ്കിലിട്ട് കഴിഞ്ഞാൽ 5 വർഷം കഴിയുമ്പോൾ 6, പിന്നീട് ഒരു 5 വർഷം, ഇപ്പം 5 വർഷം കൂടിയല്ല 7 വർഷമൊക്കെ കഴിയണ്ടേ. നമ്മൾ വെറുതെ 5 വർഷം 10 വർഷം കഴിയുമ്പോൾ 12 ലക്ഷം രൂപയായി എന്ന് തന്നെ വിചാരിക്കാം. അത് കഴിഞ്ഞ് പിന്നെ ഒരു 10 വർഷം കൂടെ കഴിയുമ്പോൾ 24 ലക്ഷം രൂപയായി. പിന്നെ ഒരു അല്ലേ, തെറ്റിപ്പോയി. അങ്ങനെ പറ്റുള്ളൂ 7 വർഷമൊക്കെ കൂടുമ്പോൾ. പിന്നെ ഒരു 10 വർഷം വരുമ്പോഴേക്കും 48 ലക്ഷം രൂപ. അപ്പോൾ ഇപ്പോൾ 30 വർഷങ്ങൾ കഴിയുമ്പോഴേക്കും ആ 40 ലക്ഷം രൂപയോളം ആകുന്നുണ്ടാവുള്ളൂ. പക്ഷേ ഗോൾഡിനെ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ 40 അല്ല ആയേക്കുന്നത്. എന്ത് തന്നെ സംഭവിച്ചിട്ടും അതിന് ഇപ്പോഴും 60, 70, 80 ലക്ഷം രൂപയോളം ആവില്ലേ 100 പവൻ വാങ്ങിക്കാനായിട്ട്? അതാണ് ഞാൻ പറഞ്ഞു വന്നേ. അതൊരു ഹെഡ്ജിങ് ഇഫക്റ്റിൽ നിൽക്കും. അതായത് ഒരുപാട് അങ്ങോട്ട് ഈ എല്ലാവരും പറയുന്ന പോലെ അത് 50,000-ലേക്ക് പോകുന്നതെന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. കാരണം എന്തുമാത്രം ഇൻഡസ്ട്രീസിലായിരിക്കും ഇപ്പോൾ ഒരു വർഷമായിട്ട് ഈ ചാഞ്ചാട്ടം കൊണ്ട് ഈ പണയം വെക്കലും പിടിക്കലും ഒക്കെ അവർ അന്നന്നത്തെ വില അനുസരിച്ചല്ലേ കൊടുക്കുക. അപ്പോൾ അവർ പൂട്ടിപ്പോകുമോ? ദാറ്റ് വോണ്ട് ഹാപ്പൻ. അതൊക്കെ വേൾഡ് ബാങ്ക് അത് കൺട്രോൾ ചെയ്യും. പിന്നെ ഈ സ്വർണം എന്ന് പറയുന്ന സാധനം ഈ പറഞ്ഞ പോലെ കുഴിച്ചെടുക്കാൻ മാത്രമേ പറ്റുള്ളൂ. അത് ഭൂമിയിലധികം ലഭ്യതയില്ല എന്നുള്ളത് കൊണ്ട് ഡിമാൻഡ് കൂടിക്കൊണ്ടിരിക്കും, ലഭ്യത കുറവായതുകൊണ്ട്. ഇതൊക്കെയാണ് സ്വർണത്തെ പറ്റി പറയാനുള്ളത്. പിന്നെ ഇനി പറയാനുള്ള ഒരു കാര്യം, ജീവിതമായിട്ട് ബന്ധപ്പെട്ട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തു തന്ന ആൾക്കാരെ നമ്മൾ താങ്ക് യു പറയില്ലേ? എന്തെങ്കിലും ചെറിയൊരു ഇപ്പം എൻ്റെ സ്കൂളിലെ സിസ്റ്റർ, തിയോഫിൻ സിസ്റ്റർ, ആ സിസ്റ്ററിനെ ആലോചിക്കുമ്പോൾ തന്നെ ഞാൻ യൂണിവേഴ്സിനെ നോക്കി കൈകൂപ്പിയിട്ട് താങ്ക് യു എന്ന് പറയും, നല്ലൊരു ഗുരുനാഥയെ തന്നതിന്. ആ സിസ്റ്ററാണ് എനിക്ക് ഇംഗ്ലീഷിലേക്കുള്ള ഒരു വഴി കാണിച്ച് തന്നത്. സിസ്റ്റർ മോൾഡഡ് മീ. ഞാൻ പറഞ്ഞിട്ടുണ്ട്, അത് എല്ലായിടത്തും ഞാൻ എപ്പോഴും പറയുന്ന. അപ്പോൾ ഇപ്പം ഈ ഇടയ്ക്കും ഞാൻ സിസ്റ്ററിനെ കാണാൻ പോയപ്പോഴും ഞാൻ ആ താങ്ക് യു പറഞ്ഞുകൊണ്ടിരുന്നു. മിക്കവാറും എല്ലാ ദിവസവും ഞാൻ താങ്ക് യു പറയും സിസ്റ്ററിന് വേണ്ടിയിട്ട്. ഞാൻ സിസ്റ്ററിനെ എൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നതിന് താങ്ക് യു എന്ന് ഞാൻ എപ്പോഴും പറയുവേ. അപ്പോൾ അതെന്തിനാണ് എന്നും പറയുന്നത്? അങ്ങനെയാണെങ്കിൽ എന്നും എന്തിനാണ് പറയണമെന്ന് ചോദിച്ചാൽ, ഗ്രാറ്റിറ്റ്യൂഡ് എത്രത്തോളം പറയുന്നുവോ അത്രത്തോളം നമുക്ക് ഒരുപാട് ഭഗവാൻ തന്നുകൊണ്ടിരിക്കുന്നല്ലേ ബൈബിളിൽ പറയുന്നത്. ഉള്ളവന് ഇഷ്ടം പോലെ കൊടുക്കും, ഇല്ലാത്തവന് ഉള്ളതുകൂടി പോകുമെന്ന് പറയുന്നത്. അത് എല്ലാവരും പറഞ്ഞു വെച്ചേക്കാം. അതെ, പണക്കാർക്ക് ഇഷ്ടംപോലെ പിന്നെയും കൊടുക്കും, പണം ഇല്ലാത്തവർക്ക് ഉള്ളതും കൂടെ പോകുന്ന പറയണമെന്ന്. അങ്ങനെയല്ല, അതിൻ്റെ മുമ്പിൽ പിന്നെയും പറയുന്നുണ്ട് കാര്യങ്ങൾ. അതിൻ്റെ മുമ്പിൽ പറയുന്ന കാര്യങ്ങൾ, ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ളവന് ഇനിയും അധികമായിട്ട് കൊടുത്തുകൊണ്ടിരിക്കും, ഗ്രാറ്റിറ്റ്യൂഡ് ഇല്ലാത്തവന്, നന്ദിയില്ലാത്തവന് ഇനിയും ഉള്ളതുകൂടെ എടുത്തുകൊണ്ട് പോകുമെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ആരെയും എന്തെങ്കിലും ചെറുത് ചെയ്തു തന്നാലും നമ്മൾ എപ്പോഴും സ്മരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ പറയും, ഒരു പ്രാവശ്യം പറഞ്ഞില്ലേ, പിന്നെ എപ്പോഴും ഇതെന്തോ താങ്ക്സ് പറഞ്ഞുകൊണ്ടിരിക്കണോ? ഞങ്ങളെന്താ നിങ്ങളുടെ അടിമയാ? ഞങ്ങളെന്താ നിങ്ങളോട് എപ്പോഴും കടപ്പെട്ടിരിക്കണോ എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരുണ്ട്. കടപ്പെട്ടിരിക്കണം എന്നോടല്ല, ഞാൻ ആരോടെങ്കിലും കടപ്പെട്ടിരിക്കേണ്ടതായിട്ടുണ്ടെങ്കിൽ ഞാൻ അവരോട് ആജീവനാന്തം കടപ്പെട്ടിരിക്കണം. അവരാരെങ്കിലും എന്നെ ഹെൽപ്പ് ചെയ്ത് എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തു തന്നിട്ടുണ്ടെങ്കിൽ ആജീവനാന്തം കടപ്പെട്ടിരിക്കണം എന്നാണ് എനിക്ക് ബൈബിളിൽ വാക്യത്തിൽ നിന്ന് എനിക്ക് അങ്ങനെയാണ് മനസ്സിലായത്. ഗീതയും അത് തന്നെയാണ് പറയുന്നത്. സോ നമ്മൾ എന്നും ഭവ്യമായിട്ട് പ്രകൃതിയോട് നന്ദി പറഞ്ഞ് തന്നെ ജീവിക്കണം. അതേപോലെ കഴിഞ്ഞ ദിവസം ഞാൻ നടക്കാൻ പോയപ്പോഴേ ഒരു ലേഡി ഫോൺ ഇങ്ങനെ വെച്ചിട്ട് നടന്നുകൊണ്ട് പോകട്ടെ. അപ്പോൾ അവിടെ കുറച്ച് പൂക്കൾ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഇവിടുത്തെ പൂക്കൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് പരിപാലിച്ചിട്ടാണ് അവർ പൂക്കൾ ഉണ്ടാക്കുന്നത്. അവർ നടക്കുന്ന വഴിക്ക് ഇങ്ങനെ കൈ വീശി നടന്നുകൊണ്ട് പോകണേ. ഒരു കയ്യിൽ ഫോണുണ്ട്, ഒരു കയ്യിൽ കൈ ഇങ്ങനെ വീശിയിട്ട് നടന്നുകൊണ്ട് പോകുമ്പോൾ ആ പോണ വഴിക്ക് ഇങ്ങനെ കുറേ ഇങ്ങനെ ഹെഡ്ജ് പോലെ ഇങ്ങനെ വേലി ചെറിയതുപോലെ ഇങ്ങനെ വെട്ടി നിർത്തിയേക്കുക. അതിൽ നിന്ന് ഇങ്ങനെ ഒരു പൂവങ്ങ് പറിച്ചിട്ട്
അതവിടെ അങ്ങനെ ഇട്ടിട്ട് പോകും. അങ്ങനെ പുള്ളിക്കാരത്തി പോണ വഴിക്ക് മുഴുവൻ ഇതങ്ങ് പറിക്കുക, ഇതങ്ങ് കളയുക, പറിക്കുക, ഇങ്ങനെ ഇങ്ങനെ ഇടുക കേട്ടോ. ഫോൺ ചെയ്യുന്നത് കൊണ്ട് പുള്ളിക്ക് ഓർമ്മയില്ല എന്താ ചെയ്യുന്നതെന്ന്. എനിക്കത് കണ്ടിട്ട് എനിക്ക് ഭയങ്കര ഒരു വിഷമം. ഞാൻ അരവിന്ദനടുത്ത് ഞാൻ പറയാൻ പോവാണ്. അരവിന്ദ് പറയും എന്തിനാ ആൾക്കാരെ ശത്രുക്കളാക്കണം? ഞാൻ പറഞ്ഞു ഏതോ ഒരു ലേഡി, ഞാനിവിടെ ഇരുന്നത് കാണുന്നു, അവർ ശ്രദ്ധിക്കുന്നില്ല. അപ്പം ഞാൻ പറയുമ്പോൾ എന്നോടൊരു ദേഷ്യം തോന്നുമെങ്കിലും ആ പൂക്കൾ അവിടെ നിൽക്കും. കാരണം ബൊഗെയിൻവില്ല പോലത്തെ പൂക്കളും പിന്നെ അങ്ങനെ കുറേ നാളുകൾ നിൽക്കുന്ന പൂക്കളൊക്കെ ഉണ്ടായിരുന്നു അവിടെ. അതൊക്കെ ഇങ്ങനെ പറിച്ച് 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 ഇടുക. നിങ്ങൾ ജീവിതമായിട്ട് ബന്ധപ്പെടുന്ന ഒരു കാര്യം കേട്ടോ ഞാൻ പറയുന്നത്. നിങ്ങളതുകൊണ്ട് എന്നെ കേൾക്കുന്നവർ ദയവ് ചെയ്ത് ഈ പൊതു പ്രദേശങ്ങളിലൊക്കെ ഉള്ള പൂക്കൾ പറിച്ച് പറിച്ച് പറിച്ചിടരുത്. ഇതേപോലെ ഞാൻ കണ്ട കാഴ്ച, ഇതേപോലെ എൻ്റെ മനസ്സിലേക്ക് അന്നേരം ഓർമ്മ വന്നത് എന്തായിരുന്നു അത്, അലരിക്കലാ, മലരിക്കൽ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് ഇങ്ങനെ അമ്പൽപ്പൂ വിടർന്ന് നിൽക്കില്ലേ, മലരിക്കൽ എന്ന് പറഞ്ഞ കോട്ടയം ചങ്ങനാശ്ശേരി ആ ഭാഗത്ത് എനിക്ക് തോന്നുന്നു കൃഷി സ്ഥലങ്ങളിൽ അടുത്ത പൂവ് വിതയ്ക്കുന്നു. പൂവെന്ന് പറഞ്ഞാൽ അടുത്ത കൃഷി ഇറക്കുന്നതിന് മുമ്പ് ഈ ആമ്പൽപ്പൂ കൊണ്ട് നിറയും. അപ്പോൾ ഇപ്പോൾ ആളുകളെല്ലാവരും അത് കാണാൻ വരുന്നുണ്ട്. മലരിക്കൽ എന്നല്ലേ എൻ്റെ പേര്. നിങ്ങളവിടെ ഉള്ളവരൊന്നും പറയണം കേട്ടോ. എനിക്കത് കാണാൻ പോകണമെന്ന് ഒത്തിരി ആഗ്രഹമുണ്ട്. അപ്പം ഞാൻ കാണുകയായിരുന്നു കുറേ പേര് ഇങ്ങനെ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഇടുകയാണ്. എനിക്കും ആഗ്രഹമുണ്ട് അവിടെ പോയിട്ട് അതിൻ്റെ നടുക്ക് നിന്നൊരു ഫോട്ടോ എടുത്തിട്ട് വരണം. പേരിന് വേണമെങ്കിൽ ഒരെണ്ണം ഞാൻ ചിലപ്പോൾ പറിച്ചേക്കും. എൻ്റെ ആ ഒരു ഇഷ്ടം കൊണ്ട് നമ്മളൊന്ന് തൊട്ടേക്കും. എന്നാലും ഞാൻ കഴിയുന്നതും അത് കൂട്ടമായിട്ട് നിൽക്കുന്നത് നശിപ്പിക്കാൻ ഞാൻ നോക്കില്ല. വൈകുന്നേരം ചെന്ന് കഴിഞ്ഞാൽ അത് കൂമ്പിപ്പോവെന്നാണ് പറയണേ. സമ്മതിച്ചു. നിങ്ങൾ ഏറ്റവും ലാസ്റ്റായിട്ട് പോകുന്ന ആളത് ഒരെണ്ണം വേണമെങ്കിൽ പറിക്കുമോ, കുറച്ച് പറിക്കുമോ. ഇതെങ്ങനെയാണെന്നറിയോ, രാവിലെ മുതൽ ഈ വഞ്ചിക്കാർ കൊണ്ടുപോകുമ്പോൾ പോകുന്നവരൊക്കെ ഇതിങ്ങനെയാണ് പറിച്ചുകൊണ്ടിരുന്നത്. കല്യാണ സൗഗന്ധികം ത്തിലിങ്ങനെ അമർ ചിത്രകഥയിൽ ഭീമൻ സേനൻ ഒരു പൂവായിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. എൻ്റെ മനസ്സിലെപ്പോഴും അതാണ്. നമ്മുടെ പാഞ്ചാലിക്ക് വേണ്ടിയിട്ട് ദ്രൗപദി പറഞ്ഞിട്ട് കുറേ പൂക്കൾ പറിച്ച് ഇങ്ങനെ പിടിക്കുന്നുണ്ട്. അതുപോലെ പിടിച്ചിട്ട് വരുന്നു ആൾക്കാർ. അപ്പോൾ ഓരോരുത്തരും പോയിട്ട് അങ്ങനെ പറിച്ചുകൊണ്ടിരുന്നു. സോറി കേട്ടോ, അങ്ങനെ പറിച്ചുകൊണ്ടിരുന്നുണ്ടെങ്കിൽ എന്താവും സ്ഥിതി അല്ലേ? പിന്നെ അവിടെ കാണുമോ? അപ്പോൾ അടുത്ത് വരുന്നവന് കാണില്ല. അപ്പോൾ ഞാനൊരാളോട് ഇത് പറഞ്ഞപ്പോൾ അത് വൈകുന്നേരം ആകുമ്പോഴേക്കും കൂമ്പിപ്പോവും, അതുകൊണ്ടാണ് ആളുകൾ പറിക്കുന്നതെന്ന്. ഞാൻ പറഞ്ഞു വൈകുന്നേരം ആകുമ്പോഴല്ലേ കൂമ്പുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഇപ്പം നിങ്ങൾ 9 മണിക്ക് പോകുന്ന ആൾ അത് അത്രയും പറിച്ചുകൊണ്ട് വരുന്നത്. അതുപോലെ അടുത്ത 9:20 പോണവർ അങ്ങനെ പറിക്കുന്നത്. പറിച്ച് 12:30 വരുന്നവർക്ക് അപ്പം അത്രയും സ്ഥലം വേക്കൻ്റ് ആയിട്ടല്ലേ കാണുള്ളൂ. ചവിട്ടി കൂട്ടി നാശാക്കി പറിച്ച് വലിച്ച് അതെടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കൂ. വൈകുന്നേരം ആകുമ്പോൾ അത് കൂമ്പിക്കോട്ടെ അവിടെ നിന്ന്, സ്വാഭാവികമായിട്ട് കൂമ്പട്ടേന്നേ. വീണപൂവിൽ പറഞ്ഞ പോലെ അല്ലേ. കുറേ കാര്യങ്ങളുണ്ട്. കുമാരനാശാൻ പറയുന്ന ആ വീണപൂവിലൊക്കെ നിങ്ങൾ വായിച്ചിട്ടുണ്ടായിരുന്നില്ലേ? അതിൽ ആ വീണപൂവിൻ്റെ കഥ പറഞ്ഞപ്പോഴാണ് ബാലാമണിയമ്മ എഴുതിയത് വീണപൂവിനെ പറ്റി, വീണ പോയ പൂവിനെ പറ്റി ബാലാമണിയമ്മ പറഞ്ഞ ഒരു കവിത മോഹൻലാൽ വായിച്ചിട്ടുണ്ടായിരുന്നില്ലേ? എന്ത് തെറ്റിക്കോട്ടൊക്കെ ചെയ്തത്. അത് എല്ലാം പൂക്കളെ പറ്റി തന്നെയാണ്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ആ പൂവിനെ കവയിത്രി ആ പൂവിനെ പറ്റിയിട്ട് വർണ്ണിക്കുമ്പോൾ നമ്മൾ ആ പൂവിൻ്റെ മനസ്സിലേക്ക് നമ്മൾ കയറുകയാണ് അല്ലേ. ദാറ്റ് ഈസ് കോൾഡ് മൈൻഡ്ഫുൾനെസ്. നിങ്ങൾ മൈൻഡ്ഫുള്ളായിട്ട് ജീവിക്കണം. ഇത് പറയാൻ വേണ്ടിയിട്ടാണ് ഇത്രയും വളഞ്ഞു കെട്ടി വന്നത് കേട്ടോ. പൂവിൻ്റെ കഥ പറഞ്ഞു, പൂ പറിച്ച് കളഞ്ഞ കഥ പറഞ്ഞു. എന്തിനാണെന്ന് വെച്ചാൽ ടേക്ക് അവേ നിങ്ങളുടെ മനസ്സിൽ ഓർക്കുന്നത്, വെൻ ഐ സേ സ്റ്റോറീസ്, ദാറ്റ് ഈസ് ഹൗ യു ഷുഡ് ടെൽ സ്റ്റോറീസ് എന്ന് പറയും. സ്റ്റോറീസ് പറയുമ്പോഴാണ് നമുക്ക് ഓർമ്മയുണ്ടാവുക ഒരു എന്താണ് ചേച്ചി പറഞ്ഞു വരുന്ന കോൺസെപ്റ്റ് എന്ന്. ഞാൻ പറഞ്ഞു വന്ന കോൺസെപ്റ്റ് ഇത് തന്നെയാണ്. പൂക്കളാണെങ്കിലും പിന്നെ എന്ത് ഒരു വസ്തുവാണെങ്കിലും അതിൻ്റെ സ്വാഭാവികമായിട്ടുള്ള ഒരു ലൈഫ് കഴിഞ്ഞിട്ട് കൂമ്പി പോവുകയോ വീഴുകയോ ചെയ്യട്ടെ. നിങ്ങളതിനെ ഉപദ്രവിക്കല്ലേ. പൂക്കളെ പറിച്ചെടുത്ത് കൊണ്ടുവന്ന് ദേവന് ചാർത്തുന്നതിനേക്കാളും നല്ലത് എൻ്റെ അഭിപ്രായമാണ് അത് പെറുക്കിയെടുത്ത് കൊണ്ടുവരുന്നതാണ്. അതിനാണ് പാരിജാതം എന്ന് പറയുന്ന അല്ലെങ്കിൽ പവിഴമല്ലി എന്ന് പറയുന്ന ആ ചെടിക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് ഞാൻ കൊടുക്കുന്നത്. എൻ്റെ മുറ്റത്തൊക്കെ നിറച്ചും പവിഴമല്ലിയായിരുന്നു. മുറ്റത്തെന്ന് പറഞ്ഞാൽ ടെറസിൽ ഞാൻ വെച്ചിരുന്നത്. അതിൽ നിന്നും അതിൻ്റെ താഴെ അത് ടെറസായതുകൊണ്ട് ആരും ചവിട്ടൊന്നുമില്ല. അവിടെ നിന്ന് പെറുക്കിയെടുത്ത് കൊണ്ടുവന്ന് ഞാൻ എൻ്റെ ഭഗവാന് കൊടുക്കാറുണ്ട്. ബുദ്ധനും വയ്ക്കാറുണ്ട്, ഞാൻ ശ്രീകൃഷ്ണനും വയ്ക്കാറുണ്ട്. അപ്പോൾ എന്താ പറഞ്ഞു തന്നെയെന്ന് വെച്ചാൽ പവിഴമല്ലി പൂക്കൾ വീണ പൂക്കളെയാണ് എടുത്തുകൊണ്ടെന്ന് അർച്ചന ചെയ്യേണ്ടതെന്ന് ശ്രീരാമകൃഷ്ണനും പറഞ്ഞിട്ടുണ്ട്. എന്തിനാണ് നിങ്ങൾ പറിക്കുന്നത്? തുളസി അങ്ങനെയല്ല. തുളസി ഇങ്ങനെ ഇറുത്ത് തന്നെയാണ് ഭഗവാന് കൊടുക്കുന്നത്. ഇലയല്ലേ, അത് പിന്നെയും പൊട്ടി മുളച്ച് വരുമല്ലോ, അത് പൂവല്ലല്ലോ. ഇതൊക്കെയാണ് എൻ്റെ മനസ്സിൽ വന്ന കാര്യങ്ങൾ. സോ
ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടായിരിക്കുക. ഈ പൂക്കൾ ഇവിടെ ഉണ്ടായതിന് നമ്മൾ യൂണിവേഴ്സിനോട് ഗ്രാറ്റിറ്റ്യൂഡ് പറയുക, നമുക്കത് കാണാൻ സാധിച്ചതിൽ ഗ്രാറ്റിറ്റ്യൂഡ് പറയുക, അതവിടെ നിൽക്കുന്നതിൽ നമുക്കും മറ്റുള്ളവർക്കും ഓൺലുക്കേഴ്സിനും ഒക്കെ പ്രയോജനം ഉണ്ടാവണം എന്ന് കരുതി നമ്മൾ മാത്രം കണ്ടതിന് ശേഷം അത് പറിച്ച് കളയാതിരിക്കുക. മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യൂ. ഇത് അത്യാവശ്യമാണ്. ആ മൈൻഡ്ഫുൾനെസ് വഴിയാണ് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡിലേക്ക് വരുന്നതും നമുക്ക് അബൻഡൻസ് ഉണ്ടാകുന്നതും. അല്ലാതെ വെറുതെ മാനിഫെസ്റ്റേഷൻ എന്നും പറഞ്ഞിരുന്ന് ഭഗവാനെ എനിക്കിന്ന് 1000 കോടിയുടെ രൂപയുടെ ഒരു പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്, അത് നടത്തി തരണേന്ന് ഞാൻ പറഞ്ഞാൽ നടക്കുമോ? അപ്പോൾ നടക്കില്ല എന്ന് പറയുമ്പോൾ ആൾക്കാർ പറയും നിങ്ങൾ നെഗറ്റീവാണ്. അങ്ങനെയല്ല, പ്രാപ്തമാകാവുന്നത്, നമ്മളെ കൊണ്ട് സാധിക്കാവുന്നത് എന്ന് നമുക്ക് വിശ്വാസമുള്ളതാണ് നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യേണ്ടതും നമുക്ക് മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റുന്നതും. അപ്പോൾ ബി ഗ്രേറ്റ്ഫുൾ, യൂണിവേഴ്സ് വിൽ ഷവർ ബ്ലെസ്സിങ്സ് ഇൻ അബൻഡൻസ്. ഓക്കെ, അപ്പോൾ നമ്മൾ തന്നെ ഉരുവാക്കിയെടുക്കുക അല്ലേ നമ്മളുടെ അബൻഡൻസ്. ചിയേഴ്സ്. നാളെ കാണാം.